അതിവേഗ റെയിൽ പദ്ധതിയായ RRTS-മായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. പദ്ധതിയുടെ വിശദാംശങ്ങൾ ഉടൻ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. നിർമ്മാണം തുടങ്ങി 12 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് ഉത്തരവിലുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിക്ക് DPR തയ്യാറാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങിയതിന് പിന്നാലെയാണ് RRTS പദ്ധതിയിൽ സർക്കാരിന്റെ അതിവേഗ നീക്കം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ ദൂരമുള്ള RRTS-ന് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ട്രാവൻകൂർ ലൈൻ 2027 നിർമ്മാണം തുടങ്ങി 6 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. പദ്ധതിയുടെ പ്രതീക്ഷിക്കുന്ന ആകെ ചെലവ് 1,92,780 കോടി രൂപയാണ്. പദ്ധതി ചെലവ് 60% വായ്പയും 20% കേന്ദ്രവും 20% കേരളവും വഹിക്കും. പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തുമെന്നും കൂടിയാലോചനകൾ ഉണ്ടാകുമെന്നും ഗതാഗത വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു. RRTS കേരളത്തിൽ പ്രായോഗികമല്ലെന്ന വിമർശനങ്ങളെ സർക്കാർ തള്ളി. അപ്പോൾ മെട്രോ ഉള്ള സ്ഥലത്ത് മെട്രോ ലൈൻ ഉപയോഗിക്കാം, ബാക്കി ലൈൻ ഉപയോഗിക്കാം. അങ്ങനെയാണ് അതിന്റെ മോഡൽ. ഇത്തരം കാര്യങ്ങൾ വരിക എന്നുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് വലിയ ബർഡൻ ഉണ്ടാവാതെ കേരളത്തിൽ നല്ലപോലെ ചെയ്യാൻ പറ്റും. കേരളത്തിന്റെ വികസനത്തിൽ ഒരു നാഴികക്കല്ലായി തന്നെ ആ റെയിൽ മാറും. RRTS-ൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പുതിയ അതിവേഗ റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴും കേരയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചതായി ഔദ്യോഗികമായി സർക്കാർ ഇതുവരെ അറിയിച്ചിട്ടുമില്ല. റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.